പല പ്രാവശ്യം ഇവിടെ വരുവാനായിട്ട് ഇടയായി. ഇടയ്ക്കിടയ്ക്ക് വികാരി അറിയാതെയും ചുമതലക്കാരറിയാതെയും വന്ന് ഇവിടുത്തെ കാഴ്ചകൾ, പണികൾ ഒക്കെ നേരിട്ട് വീക്ഷിക്കാനുള്ള ഇടയായി. ഇന്നലെ വൈകിട്ടും ഒന്ന് വന്നിരുന്നു. എവിടം വരെയായി എന്ന് നോക്കുന്നതിന് വേണ്ടി വളരെ സന്തോഷത്തോടെ ഇടപെട മക്കൾ ഒരുമിച്ച് നിന്ന് ഈ ദേവാലയത്തെ പൂർത്തീകരിക്കാനായിട്ട് ശ്രദ്ധിച്ചു എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇടവകയുടെ ഒരു ദശാംശ സ്വീകരണത്തിന് ഞാനിവിടെ വന്നപ്പോൾ കുഞ്ഞുകുട്ടികൾ തുടങ്ങി ഏറ്റവും പ്രായമുള്ള ആളുകൾ വരെ വളരെ സന്തോഷത്തോടെ അതിൽ സഹകരിക്കുന്നതും കണ്ടു. എൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ സൺഡേ സ്കൂൾ പ്രവർത്തകർ കൃത്യമായി പറഞ്ഞ് അതിനുള്ള സംഭാവനകൾ വാങ്ങിച്ചത് ഞാൻ നല്ലപോലെ ഓർക്കുന്നുണ്ട്. അതിനുവേണ്ടി പറഞ്ഞതല്ല, അത് പണം പിരിച്ചെടുക്കാൻ വേണ്ടി നല്ല മിടുക്ക് എല്ലാവരും കൃത്യമായി കാണിച്ചു. അധികം ദൂരെ പോകാതെ അകത്തു നിന്നുള്ളവരുടെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ചെടുത്ത് വളരെ ഭംഗിയായി അത് പൂർത്തീകരിക്കാനായിട്ട് ശ്രദ്ധിച്ചു എന്നത് സന്തോഷകരമായ കാര്യമാണ്. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ തൃക്കരങ്ങൾ കൊണ്ട് തുടങ്ങിയതായ ഒരു പള്ളിയാണിത്. അതുകൊണ്ട് തന്നെ ഈ പള്ളി ഉയരങ്ങളിലേക്ക് മാത്രമേ പോവുകയുള്ളൂ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതിവിശുദ്ധമായ നല്ല കരങ്ങൾ കൊണ്ട് കൂദാശ ചെയ്ത് അനുഗ്രഹിച്ച ഒരു ദേശത്തിലെ ദേവാലയം, അത് അതിൻ്റെ ചില ജീർണതയിൽ വീണ്ടും അത് പുതുക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച ഒരു പുതിയ ദേവാലയം തന്നെ രൂപപ്പെടുത്താനായിട്ട് ഇടയായി എന്നത് സന്തോഷം. പരിശുദ്ധ മാത്യൂസ് തൃതീയൻ ബാവ തിരുമേനിക്കാണ് പാമ്പാടി തിരുമേനിക്ക് ശേഷം ആ കരം തൊടുവാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അടുത്ത ഒരു പ്രത്യേകതയാണ്. അടുത്ത ഒരു വലിയ കാലഘട്ടം ഈ ദേവാലയം മനോഹരമായി മുന്നോട്ട് പോകാനായിട്ട് സഭയുടെ പരിശുദ്ധ പിതാവിൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് ഇത് വീണ്ടും നവീകരിക്കപ്പെടട്ടെ, പ്രതിഷ്ഠിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിലെ മക്കളെ മുഴുവൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇടവകയുടെ വികാരി, ഇവിടുത്തെ പള്ളിപ്പണിയുടെ കൺവീനർ തുടങ്ങി താഴോട്ടുള്ള എല്ലാവരും, പള്ളി കൈസാനി സെക്രട്ടറി തുടങ്ങിയ എല്ലാവരും, ആധ്യാത്മിക സംഘടനകൾ, പ്രത്യേകിച്ച് സൺഡേ സ്കൂളും വിവരപ്രസ്ഥാനം, മർത്തവരിയും പ്രാർത്ഥനയോഗം തുടങ്ങി എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചാണ് ഈ ദേവാലയം നാം ഇപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് മാറ്റി എടുത്തത്. ഇത് പരിശുദ്ധ പാമ്പാടി തിരുമേനി മുതൽ ഇന്നയോളമുള്ള ദൈവസന്നിധിയിലായിരിക്കുന്ന നമ്മുടെ പൂർവികരോടുള്ള നമ്മുടെ ഒരു നന്ദി പ്രകടനവും അവരെയും നമ്മെയും നയിക്കുകയും നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ത്രിയേക ദൈവത്തോടുള്ള സ്തോത്രയാകവും വരാൻ പോകുന്ന നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഗുണകരമായി ഉണ്ടാകാൻ പോകുന്ന ദൈവാനുഗ്രഹവും ഒക്കെയായി മാറണം എന്നുള്ളതാണ് ഈ ദേവാലയ കൂദാശയുടെ പ്രത്യേകതയായി കാണുന്നത്. മലമേൽ ശോഭിക്കുന്ന വിളക്ക് പോലെ ഈ ദേവാലയം ഒരു പ്രകാശഗോപുരമായി പ്രാർത്ഥനയും ദൈവജനത്തിൻ്റെ കണ്ണുനീരും അകത്തേക്ക് വരികയും ആത്മസന്തോഷത്തോടെ നിർവൃതി പ്രാപിച്ച് അനുഗ്രഹം സ്വീകരിച്ച് തങ്ങളുടെ ജീവിതയാത്ര തുടരാൻ അവർക്ക് ഇടയാകുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ ബാവാ തിരുമേനിയോടും അഭിവന്യ ഇവാനുസ് തിരുമേനി ഇവിടുത്തെ മുൻവികാരിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ പള്ളിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിവന്യ ഇവാനുസ് തിരുമേനും ഉള്ള എൻ്റെ ഇടവകയുടെ ശുശ്രൂഷ എന്ന നിലയ്ക്കുള്ള എൻ്റെ സ്നേഹവും ആദരവും കൂറും ഭക്തിയും ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട അമീർ അച്ഛൻ ഇവിടെയുണ്ട്. തീർച്ചയായും പ്രിയപ്പെട്ട റോണി വർഗീസും വരുമെന്നാണ് ഈ നോട്ടീസിലൂടെ ഞാൻ കാണുന്നത്. അവരെപ്പോഴും സാനികൾ ആരെങ്കിലും ഒരാളാണ് റെപ്രസെൻ്റ് ചെയ്ത് ഇപ്പോഴത്തെ പല വേദികളിലും കാണുന്നത്. അവരോടുള്ളതായ എൻ്റെ സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ റജി സക്കറിയ തുടങ്ങി താഴോട്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരി സഭയിലെ വൈദികൻ ഉൾപ്പെടെ ഇവിടെ മുമ്പിലിരിക്കുന്ന ജനപ്രതികൾ, നിങ്ങൾ അത്യാവശ്യം വേണ്ട സഹായങ്ങളൊക്കെ കൃത്യമായ സമയങ്ങളിൽ ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ സേവനവും സഹായവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വളരെ സന്തോഷത്തോടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ പരിശുദ്ധ ബാവാ തിരുമേനിക്ക് വേണ്ടിയും ഈ ഇടവകയ്ക്ക് വേണ്ടിയും നിങ്ങളോടും ഞാൻ അറിയിക്കുന്നു. നമ്മുടെ മുമ്പിലൊരു കുഞ്ഞിരിപ്പുണ്ട്, പ്രിയപ്പെട്ട വിൻഡോ. ഈ ദേവാലയത്തിൻ്റെ പണിയോടനുബന്ധിച്ച് തന്നെ നമുക്കുണ്ടായ ഒരു ചെറിയ പ്രയാസമാണ് വിൻഡോയുടെ ശാരീരികമായ അസ്വാസ്ഥങ്ങൾ. എന്നാൽ ഈ ദേവാലയത്തിൻ്റെ മക്കൾ ഒരുമിച്ച് നിന്ന്
വളരെ ഭംഗിയായി അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ആശുപത്രി വാസത്തിലും തുടർന്നുള്ള കാര്യങ്ങളിലും അവൻ്റെ കൂടെ നിൽക്കുകയും അവനും ദേവാലയ കൂദാശ കാരണമെന്ന് വളരെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അവൻ്റെ അവസ്ഥ നേരത്തെ കണ്ടവർക്കൊക്കെ നല്ലതുപോലെ അറിയാവുന്നതാണ്. ഇപ്പോൾ അവൻ പഴയതിനേക്കാൾ വളരെ സുന്ദരനായി നമ്മുടെ മുമ്പാകെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് സന്തോഷകരമാണ്. അതുകൊണ്ട് പരിശുദ്ധ ബാവാ തിരുമേനി ഇവിടുത്തെ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ വിളക്ക് വിൻഡോയ്ക്ക് കൊടുക്കണമെന്ന് പരിശുദ്ധ ബാവാ തിരുമേനിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. അതിനുശേഷം യുവാനസ് തിരുമേനി കത്തിച്ചാൽ മതി എന്നുള്ളതും ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. കാരണം അത് ദൈവത്തിൻ്റെ ഒരു കരുണയാണ്, ഈ ദേവാലയത്തെ മക്കളുടെ പ്രാർത്ഥനയാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഈ കുട്ടിയെയും ആശുപത്രിയിൽ പല പ്രാവശ്യം ഞാൻ പോയി കണ്ടതുകൊണ്ട് എനിക്ക് അവൻ്റെ ആ പഴയ മൂവ്മെൻറ്റ്, ആ പ്രോഗ്രസ് ഒക്കെ നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. ദേവാലയത്തിലെ മക്കൾ ഒരുമിച്ച് നിന്ന് ദേവാലയത്തിൽ പ്രതിസന്ധികളും കഷ്ടതകളും ഒക്കെ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കാൻ പ്രാർത്ഥനയും ഒരുമിപ്പും മതി എന്ന് ഈ ദേവാലയത്തിൻ്റെ പണിയും അതുപോലെ തന്നെ ഈ കുഞ്ഞു പോലെയുള്ള ആളുകളുടെ തിരിച്ചുവരവും ഒക്കെ വളരെ വലിയ കാര്യമാണ് എന്നുള്ളത് സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. ഞാൻ എൻ്റെ ആദ്യ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട ജീൻ ആൻഡ്രൂസ് അച്ഛനോടും അച്ഛൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഇവിടുത്തെ ദൈവമക്കളോടുള്ള സ്നേഹവും വാത്സല്യവും ഞാൻ അറിയിക്കുന്നു. പരിശുദ്ധ ബാവാ തിരുമേനിയോടും അഭിമന്യ പിതാവിനോടും ഒക്കെ ഉള്ള എൻ്റെ ആദരവ് അറിയിക്കുന്നു. നിങ്ങളെല്ലാവരുള്ള ആദരവ് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പൊതുസമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ ഉദ്ഘാടന കർമ്മമാണ് അടുത്തതായി നടത്തപ്പെടുന്നത്. കോത്തലപ്പള്ളിയുമായി ബാല്യകാലം മുതൽ അഭേദ്യമായ ബന്ധമുള്ള പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായുമായ മോറാൻ മാർ ബസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമനസിനെ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായും അനുഗ്രഹ പ്രഭാഷണത്തിനായും ഏറ്റവും ആദരവപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബാവ തിരുമേനിയോടൊപ്പം ഭദ്രദീപം കൊളുത്തുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട വികാരി ഫാദർ തോമസ് ആൻഡ്രൂസ് മള്ളിക്കടുപ്പിൽ, ട്രസ്റ്റി ജിനു തോമസ് കുര്യൻ വലിയപാറയ്ക്കൽ, സെക്രട്ടറി ബിജു വർഗീസ് ഞാലിമാക്കൽ, പള്ളി നവീകരണ കമ്മിറ്റി അംഗങ്ങളായ കൺസ്ട്രക്ഷൻ കൺവീനർ ജോഷ് പി കുര്യാക്കോസ് കുളങ്ങര, ജോയിന്റ് കൺവീനർ ബെൻ കെ ഫിലിപ്പ് തറക്കുന്നേൽ, ഫിനാൻസ് കൺവീനർ ബിജു സക്കറിയ തറക്കുന്നേൽ, സെക്രട്ടറി ഈശോ പി വർഗീസ് പുറത്തിയാട്ട്, കൂദാശ കമ്മിറ്റി അംഗങ്ങളായ ജനറൽ കൺവീനർ തോമസ് ലാൽ തറക്കുന്നേൽ, ജോയിന്റ് കൺവീനർമാരായ ഷേർലി തോമസ് ഐമനത്ത് പറമ്പിൽ, പുന്നൂസുകുട്ടി പറപ്പള്ളിൽ എന്നിവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം മരണത്തിൻ്റെ വക്കിൽ നിന്നും ജീവനിലേക്ക് തിരിച്ചു വന്ന നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ ഫലമായി നമുക്ക് തിരിച്ചു കിട്ടിയ നമ്മുടെ പ്രിയ സഹോദരൻ പ്രിൻറ്റോ പ്രിൻസിനെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
പ്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഇടവ മെത്രാപ്പൊലീത്ത അഭിനന്ദ ഡോക്ടർ യുഹാനൻ മാരിയസ് കൊറോസ് തിരുമേനി, ഈ ദേവാലയത്തിൻ്റെ മുൻ വികാരിയും ഇപ്പോൾ സൗത്ത് വെസ്റ്റ് അമേരിക്ക മുദ്രാസന മെത്രാപ്പൊലീത്തായുമായ അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത, സഭയുടെ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട തോമസ് വർഗീസ് അമേലച്ചൻ, ശ്രീ അഡ്വക്കേറ്റ് റെജി സക്കറിയ സിൻഡിക്കേറ്റ് മെമ്പർ മിജി യൂണിവേഴ്സിറ്റി, പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട തോമസ് ആൻഡ്രൂസ് അച്ഛൻ, പള്ളി നവീകരണ കമ്മിറ്റി കൺവീനർ ബഹുമാനപ്പെട്ട ജോഷ് വി കുറിയാക്കോസ് കുളങ്ങര, ബഹുമാനപ്പെട്ട കോട്ടയം ഭദ്രാസന സെക്രട്ടറി കെ എം സക്കറിയാച്ചൻ, സന്നിഹിതരായിരിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെ, ട്രസ്റ്റി ശ്രീ ജുനു തോമസ് കുര്യൻ വലിയപാറയ്ക്കൽ, സഹോദരി സഹോദരങ്ങളെ, 90 വർഷങ്ങളോടടുക്കുന്ന ഈ ദേവാലയത്തിൻ്റെ ചരിത്രത്തിൽ രണ്ടാമത് ഒരു കൂദാശയ്ക്ക് സംബന്ധിക്കുവാൻ ലഭിച്ച ഒരു അപൂർവ ഭാഗ്യം മറ്റാർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രധാനപ്പെട്ട തോമസ് എബ്രഹാച്ചൻ ഇവിടെ വികാരിയായിരുന്ന കാലത്ത് അതാണ് 33 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേവാലയം കൂദാശ ചെയ്യുമ്പോൾ അതിൽ ഒരു അംഗമായി എനിക്കും ഈ കൂദാശയെ സംബന്ധിക്കാൻ സാധിച്ചു. 91-ൽ മെത്രാപ്പൊലീത്തായതിനു ശേഷം ആദ്യം നടത്തിയ കൂദാശകളിൽ ഒന്നാണ് കോത്തലപ്പള്ളിയുടെ കൂദാശയിൽ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവായോടൊപ്പം സംബന്ധിക്കുവാൻ സാധിച്ചത്. വീണ്ടും ആ ദേവാലയം തന്നെ പുതുക്കിപ്പണിത് അതിൻ്റെ കൂദാശയ്ക്ക് സംബന്ധിക്കുവാൻ 33 വർഷങ്ങൾക്ക് ശേഷം സാധിച്ചു എന്നുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വളരെയധികം അടുപ്പവും വൈകാരികമായ ബന്ധവുമുള്ള ഒരു ദേവാലയമാണ് കോത്തലപ്പള്ളി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾ ഞാനിരുന്ന് ചിന്തിക്കായിരുന്നു, അവരൊക്കെ ഇവരുടെയൊക്കെ പ്രായത്തിൽ ചെറിയ കാച്ചട്ടയും ഉടുപ്പുമൊക്കെ ഇട്ട് ഈ പള്ളിയിൽ വന്ന് ആരാധനയെ സംബന്ധിച്ച കാര്യങ്ങളുണ്ട്. അന്നു മുതൽ ഓരോ സന്ദർഭത്തിലും വൈദികനായിട്ടും അതുപോലെ റമ്പാനായിട്ടും മെത്രാനായിട്ടുമൊക്കെ ഈ ദേവാലയത്തിൽ അനേക പ്രാവശ്യങ്ങൾ വരുവാനും ആരാധനയെ സംബന്ധിക്കുവാനും സാധിച്ചത് ഓർക്കുകയാണ്. എന്നും സഭയുടെ വിശ്വാസത്തിൻ്റെ ഒരു കോട്ടയായി എന്നും നിൽക്കുവാൻ ഈ ഇടവയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ സമർപ്പണബോധത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു സംഘം ഇടവകക്കാരാണ്, സമ്പന്നമാണ് ഈ ഇടവക. വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിനുള്ളിൽ ദേവാലയം പുതുക്കിപ്പണിതത് മനോഹരമാക്കി തീർത്തിരിക്കുകയാണ്. ഇതിൻ്റെ മുഖഭാരവും അതുപോലെ ചുറ്റുമുള്ളതായ തൂണുകളും കിഴക്കുവശത്തുള്ള മുഖവാരവുമെല്ലാം ഏറ്റവും മനോഹരമായി ഒറ്റ നോട്ടത്തിൽ ആരെയും വളരെ
ആകർഷിക്കുന്നതും ആസ്വാദ്യകരമാക്കുന്നതുമാകുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അഭിമന്യ തിരുമേനിയുടെ കോറോസിനുടെ മേൽനോട്ടത്തിൽ ഇടവവികാരി ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് അച്ഛൻ്റെ ഉത്തരവാദിത്വത്തിൽ ഈ ഇടവക്കാരുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ശ്രമം കൊണ്ടാണ് ഇപ്രകാരം ഒരു നല്ല ദേവാലയം, മനോഹരമായ ദേവാലയം ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്ക് സാധിച്ചത്. അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. ദേവാലയം നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കാനുള്ള, സ്തോത്രമർപ്പിക്കാനുള്ള കൂടിവരവിൻ്റെ സ്ഥലമാണ്. ഒന്നായി ഒരുമിച്ച് നാം കൂടി വരുമ്പോൾ നമ്മുടെ സ്തോത്രത്തിനും നമ്മുടെ സമർപ്പണത്തിനും പ്രത്യേകമായ ശക്തി ഉണ്ട് എന്നുള്ള കർത്താവ് തന്നെ നമ്മെ പറയുന്നു. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം പ്രത്യേകമായി നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ദേവാലയം. അതുകൊണ്ട് തന്നെ സഭയുടെ ഒരു പ്രതീകമാണ്, സഭയുടെ ഒരു ചെറുപതിപ്പാണ് ഓരോ ദേവാലയവും. ഇവിടെ നാം സഭയുടെ ആരാധനയും സഭയുടെ എല്ലാ ശുശ്രൂഷകളും നിർവഹിക്കുമ്പോൾ ഈ സഭയുടെ ഒരു പ്രത്യേകമായ സാന്നിധ്യമാണ് ഈ ദേവാലയത്തിനുണ്ടാകുന്നത്, ദൈവത്തിൻ്റെ കരുണയുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മാർഗദർശകമായി, ദീപസ്തംഭമായി പ്രവർത്തിക്കേണ്ടതാണ് ഈ ദേവാലയം. യഹൂദന്മാർക്ക് മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരെ വഴി നയിച്ചത് സമാഗമന കൂടാരമാണ്, അഥവാ ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മൊബൈൽ ദേവാലയമായിരുന്നു. കൂടാരം ആളുകൾ പോയി കൂടാരമടിച്ച് താമസിച്ച് അവിടെ സമാഗമന കൂടാരമെന്ന ദേവാലയവും സ്ഥാപിച്ച് മരുഭൂമിയിൽ ആരാധിച്ച് നടന്നതാണ്. അപ്പോൾ അവിടെയെല്ലാം ആ സമാഗമന കൂടാരത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ മേഘം ഇറങ്ങി വസിക്കുമ്പോൾ എല്ലാവരും അവരവരുടെ കൂടാരങ്ങൾ മണലാരണ്യത്തിൽ അടിച്ച് അവിടെ താമസിക്കുക. അതിനുശേഷം ദൈവത്തിൻ്റെ തേജസ് അഥവാ മേഘം ഈ സമാഗമന കൂടാരത്തിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും അവരവരുടേതായിരിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളായ കൂടാരങ്ങൾ ചുരുട്ടിയെടുത്ത്, സമാഗമന കൂടാരവും ചുരുട്ടിയെടുത്ത് ഈ മേഘത്തിന് പുറകെ പോവുകയാണ്. അങ്ങനെ മേഘം വീണ്ടും എവിടെ നിൽക്കുന്നുവോ അവിടെ സമാഗമന കൂടാരം വീണ്ടും അടിച്ച് ആ സമാഗമന കൂടാരം അവരുടെ സ്വന്തം കൂടാരങ്ങൾ അടിച്ച് താമസിക്കുകയാണ്. എത്ര നാളെന്ന് അവർക്കറിയില്ല. എത്ര നാളായിരുന്നാലും എത്ര ദിവസങ്ങളായിരുന്നാലും വീണ്ടും സമാഗമന കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് തേജസ് മുന്നോട്ട്, ദൈവത്തിൻ്റെ തേജസ്സാവുന്ന മേഘം മുന്നോട്ട് പോകുമ്പോൾ അവർ ആ യാത്ര തുടരുകയാണ്. ഇത് നമ്മുടെ ദേവാലയത്തിൻ്റെ ഒരു വലിയ മുൻകുറിയാണ്. ഈ ദേവാലയവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം. കാരണം നാം എല്ലാവരും സ്വർഗീയ കനാലിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. സ്വർഗീയ കനാലിലേക്ക് യാത്ര ചെയ്യുന്ന നമുക്ക് ജീവിതത്തിൻ്റെ മാർഗദർശനം നൽകാൻ ഈ ദേവാലയമാണ് ഉപകരിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ എല്ലാ ആരാധനയിലും പ്രാർത്ഥനയിലും ഔദ്യോഗികമായിരിക്കുന്ന സമ്മേളനത്തിലും മാത്രമല്ല, വ്യക്തിപരമായി രഹസ്യമായി ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ, നമ്മെ നേരിടുന്നതായ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരമുണ്ടാക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ഒരാലയമാണ്. അത് അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കണം.
ഈ ദേവാലയത്തിൽ ഞായറാഴ്ചയും ശനിയാഴ്ചയും അല്ലെങ്കിൽ ആരാധനയുള്ള ദിവസങ്ങൾ മാത്രമല്ല, മറ്റെല്ലാ ദിവസങ്ങളിലും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതി നമുക്കുണ്ടാകുമ്പോഴാണ് ഈ ദേവാലയം നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ മാർഗദർശനമായി ദീപസ്തംഭമായി നമുക്ക് നിൽക്കുന്നത്. അത് നമ്മെ നയിക്കും, സ്വർഗീയ കനാലിലേക്ക് നമ്മെ നയിക്കും. അതിനുള്ളതായിരിക്കുന്ന കൃപ നമുക്കുണ്ടാവണം. നാം അതിന് തയ്യാറാവണം. അല്ലാതെ ഒരു ദേവാലയം പണിത് വെച്ച് കൂദാശ ചെയ്തുകൊണ്ടായില്ല. അതിൽ വന്ന് പ്രാർത്ഥിച്ച് ഈ ദേവാലയത്തെ നാം ഉപയോഗിച്ച് ആ ദേവാലയം നമ്മുടെ ജീവിതത്തിന് പ്രയോജനകരമാക്കി തീർക്കുവാൻ നാം ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നമുക്ക് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്നില്ല. അതിനെല്ലാവരും തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ദൈവികമായ ചൈതന്യം ഈ ദേവാലയം കൊണ്ട് ലഭിക്കുകയുള്ളൂ. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച് പ്രവർത്തിച്ച സമർപ്പിച്ച എല്ലാ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നവീകരിച്ച ദേവാലയ കൂദാശയോട് അനുബന്ധിച്ച് പുറത്തിറക്കുന്ന സുവനീറിൻ്റെ പ്രകാശന കർമ്മമാണ് ഇനി നടക്കുവാനുള്ളത്. നമ്മുടെ കോത്തലപ്പള്ളിയുടെ ചരിത്രം തങ്കലിപികളാൽ രേഖപ്പെടുത്തിയ മൂന്നാമത് സുവനീറാണ് ഇത്. ഈ 3 സുവനീറുകളിലൂടെ നമ്മുടെ കോത്തലപ്പള്ളിയുടെ ചരിത്രവും പൈതൃകവും നമ്മുടെ വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ സുവനീറുകൾ എഴുതപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസന മെത്രാപ്പോലിത്തയായ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്ക് ആദ്യ പ്രതി നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കുന്നു. സുവനിയർ പ്രകാശനത്തിനായിട്ട് ജോയിന്റ് കൺവീനർ ജിബി കുര്യനെയും അന്നമ്മ ആൻഡ്രൂസിനെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി കോത്തലപ്പള്ളിയുടെ ചരിത്രം ഉറങ്ങുന്ന ഒരു ഡോക്യുമെന്ററിയുടെ പ്രകാശനം കൂടി ഇപ്പോൾ നടത്തപ്പെടുന്നു. പ്രോഗ്രാം കൺവീനർ എബ്രഹാം തോമസ്, ജോയിന്റ് കൺവീനേഴ്സായ ജൂലി മാത്യു, അനിത എന്നിവരെയും ഈ കർമ്മത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി കൂദാശ സ്പെഷ്യൽ സപ്ലിമെന്റിന്റെ ഒരു പ്രകാശനം കൂടിയുണ്ട്. സാമോദം ശോഭിത സെഹിയോൻ, കൺവീനറായ ജെയ്സൺ സാറിനെയും ജോയിന്റ് കൺവീനേഴ്സായ ഷെജിയും അനില ജേക്കബിനെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു.
കോത്തലപ്പള്ളിയുടെ വികാരിയായിരുന്ന വളരെ കുറച്ചു നാളുകൾ കൊണ്ട് ഏവരുടെയും മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ PC തോമസ് അച്ഛൻ ഇന്ന് സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസന മെത്രാപ്പോലിത്തയുമായ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ സ്നേഹവചനങ്ങൾക്കായി ഏറ്റവും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ കാതോലിക് ബാബ തിരുമേനി, അഭിനയ ദിയസ്കുറുസ് തിരുമേനി, ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ജീനച്ചൻ, നമ്മുടെ MP ഫ്രാൻസിസ് ജോർജ് സാർ, അഡ്വക്കേറ്റ് റജി സക്കറിയ, വൈദിക ട്രസ്റ്റി തോമസ് വർഗീസ് സമേലച്ചൻ, കോട്ടയം ഡയസിൻ്റെ സെക്രട്ടറി KM സെക്രട്ടറി അച്ഛൻ, മറ്റെല്ലാ ജനപ്രതിനിധികളെ, വൈദിക ശ്രേഷ്ഠരെ, എൻ്റെ പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, ഏവരുമേ, വളരെ സന്തോഷമുണ്ട്. മനോഹരമായൊരു ദേവാലയം പൂർത്തീകരിക്കപ്പെട്ടു. അതിൻ്റെ കൂദാശയിൽ സംബന്ധിപ്പതക്കോണം സാധിച്ചതിൽ ബഹുമാനപ്പെട്ട ജീനച്ചനോട് പ്രത്യേകമായൊരു സന്തോഷമുണ്ട്. സാധാരണയായ സ്വാഗത പ്രസംഗം പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി പിന്നെ എപ്പം പറയുമെന്നുള്ളൊരു സമയം കിട്ടാറില്ല. സന്തോഷത്തോടെ ജീനച്ചന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ ഭംഗിയായിട്ട് സ്വാഗത പ്രസംഗം നടത്തി. താങ്ക് യു അച്ഛൻ, അങ്ങനെ വേണം, എല്ലാ പള്ളിക്കാരും ഇത് കണ്ടോണം. അത് വളരെ ഭംഗിയായിട്ട് അത് അച്ഛൻ ചെയ്തു. ഞങ്ങളുടെ ജോഷിയോട് ഞാൻ ജോഷി എന്നൊരു ജോഷി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് നിങ്ങൾ ജോഷ്വി എന്നുണ്ടത്. ഇത് വിക്ടറിയാ കേട്ടോ. ജോഷി അനുഗ്രഹകരമായ ഒരു വിക്ടറി നേടിക്കൊണ്ടായിരിക്കും. ജോഷ്വി എന്നൊരു പേര് അഡീഷൻ ആയിട്ടുണ്ട്. ജോഷിക്ക് ഒരു വിക്ടറി തന്നെയാണ് എല്ലാവരുടെയും നേതൃത്വത്തിൽ വളരെ അനുഗ്രഹകരമായി ഈ ദേവാലയത്തിൻ്റെ പൂർത്തീകരണത്തിന് അച്ഛനോടൊപ്പം മറ്റ് ടീം അംഗങ്ങളോടൊപ്പം വളരെ അനുഗ്രഹകരമായി ഈ ദേവാലയം പൂർത്തീകരണത്തിനായി നേതൃത്വം കൊടുക്കാൻ കൊണ്ട് സാധിച്ചത്. ഇതിൽ കുറേ അംഗങ്ങൾ നിരന്തരമായി, തീർച്ചയായിട്ടും ലാലും രാജേഷും ജോഷിയും എല്ലാവരും പുറകെ തീർച്ചയായിട്ടും ദേവാലയത്തിൽ വന്ന് സംബന്ധിക്കണം എന്ന് സ്നേഹപൂർവ്വം പറഞ്ഞപ്പം ചേട്ടൻ അതിൻ്റെ ആഗ്രഹം തോന്നുകയും ഇവിടെ വരാൻ കൊണ്ട് സാധിക്കുകയും ചെയ്തു. ഞാൻ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നത്, വൈദിക സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സെമിനാരിയിൽ നിന്ന് മിഷന് വന്നൊരു ദേവാലയമാണിത്. അതിൻ്റെ പേരിൽ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട കുറിയന്നൂർ അച്ഛൻ എന്നെ ഈ പള്ളിയുടെ കൂദാശിക്കായിട്ട് അന്ന് സെമിനാരി വിദ്യാർത്ഥിയായിട്ട് ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഇടവകയുടെ വികാരിയായി സേവനമനുഷ്യപ്പാതക്കൊണ്ട് സാധിച്ചു. ഇവിടെ നിന്ന് ഇവരെല്ലാം കൂടി എന്നെ അമേരിക്കയ്ക്ക് പറഞ്ഞു വിട്ടെ. ഇവരുടെ പ്രാർത്ഥനയാണോ സ്നേഹമാണോ എന്തായാലും 1 വർഷം പോലും ആയില്ല. അതിന് മുന്നേ പറഞ്ഞ് അച്ഛനങ്ങ് പൊക്കോ, അമേരിക്കയ്ക്ക് പൊക്കോളാൻ പറഞ്ഞ് എന്നെ ഇവിടെ പറഞ്ഞു വിട്ടായിരുന്നു. ശേഷം പള്ളി പണി പൂർത്തിയായപ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ പറഞ്ഞു അമേരിക്കയിൽ ഇവിടെ വന്ന് ഈ കൂദാശിയെ സംബന്ധിക്കണമെന്ന് പറഞ്ഞു. സ്നേഹത്തിൻ്റെ സന്തോഷം കേട്ടോ, എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. എന്നെ സംബന്ധിച്ചോളം ഈ ഇടവകയുടെ വികാരിയായി വരുമ്പോൾ ആദ്യത്തെ ചുമതല കിട്ടുന്ന ദേവാലയമാണിത്. വലിയൊരു ഇടവകയാണ്. തിരുമേനിയോട് ഈ ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ഇവാനിയോസിനോട് പറഞ്ഞു, തിരുമേനി കൊച്ചച്ഛനാണ്, അതൊരു വലിയ ഇടവകയാണ്, അവിടേക്ക് പോയി കഴിഞ്ഞാൽ അച്ഛനത് കാര്യങ്ങൾ നടത്താനുള്ള കഴിവുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞു. തിരുവിന് പറഞ്ഞു, അനുഭവത്തിലൂടെ കൊച്ചച്ഛനത് പഠിച്ചോളൂ എന്ന് പറഞ്ഞു. എന്തായാലും ഇവിടെ വന്നു. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇവിടെ വന്ന് എനിക്ക് അങ്ങനെ പൊതുവെ നടത്താനോ അക്കൗണ്ട് എന്താ, ബഡ്ജറ്റ് എന്താ, തിരട്ടെന്താ ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഒരു സമൂഹം, മുതിർന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. വളരെ പക്വതയേർന്ന പൊതുവൊക്കെ നടത്തുമ്പം അച്ഛാ അത് ഇങ്ങനെയാണ്, നമുക്കിങ്ങനെയും കൂടെ ചെയ്യാം. ഓരോ കാര്യങ്ങളിലും ഒരിക്കൽ പോലും പ്രയാസമില്ലാതെ മുതിർന്നവരുടെ ഒരു തലമുറ കൂട്ടായി നിന്ന് ഓരോ കാര്യങ്ങളും ഇവിടെ നിന്ന് ആദ്യത്തെ ട്രസ്റ്റിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, അവരുടെ കൂടെ നിന്ന് വളരെ അനുഗ്രഹകരമായ ദേവാലയത്തിന് ശുശ്രൂഷ ചെയ്യാൻ തക്കോണം സാധിച്ചു. അതോടൊപ്പം എനിക്ക് ഓർക്കാനായിട്ടുള്ള ഒരു തലമുറയുണ്ട്, യുവാക്കളുടെ ഒരു തലമുറ, വളരെ വൈബ്രൻ്റായൊരു സമൂഹം. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നിന്നൊരു മരം പിഴുതെടുത്ത്, ഞങ്ങൾ മരങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇതിൻ്റെ പാസേജിൻ്റെ പണിയൊക്കെ ഉണ്ട്, മരം പിഴുതെടുത്ത് ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ റെഡിയാണ്. അങ്ങനെയുള്ളൊരു നല്ല തലമുറ, യുവാക്കളുടെ ഒരു നല്ല തലമുറ. അവരൊക്കെ ഇപ്പോൾ വലിയച്ഛന്മാരായി, ഡൈയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കറുത്തിരിക്കുന്നെങ്കിലും പ്രായമൊക്കെ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും അവരുടെ ഒരു സ്നേഹവും കരുതലും ഒക്കെ വളരെ അനുഗ്രഹകരമായി കൂടെ ഉണ്ടായിരുന്നു. ആ യുവാക്കളെല്ലാവരും ഇന്ന് അവരുടെ കഴിഞ്ഞ തലമുറയ്ക്ക് ശേഷം അവരുടെ നേതൃത്വത്തിൽ
ഈ ദേവാലയത്തിൻ്റെ മുതിർന്നവരുടെ അനുഭവ സമ്പത്തും അവരുടെ പിന്തുണയോടുകൂടി ഈ യങ് തലമുറ അല്ലെ അടുത്ത തലമുറ ഒരു അനുഗ്രഹകരമായി ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചു. യഹോവയെ അങ്ങയുടെ അവിടുത്തെ ആലയം യഹോവയുടെ ആലയത്തിലെ എത്ര മനോഹരമെന്ന് പറയാൻ തക്കോണം വളരെ മനോഹരമായി ദേവാലയം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ പാമ്പാടി തിരുമേനി പറഞ്ഞു തന്ന പാഠങ്ങളും കാട്ടിത്തന്ന പാഠങ്ങളും ആ പഴമയൊന്നും ഉപേക്ഷിക്കാതെ എന്ന് നോക്കിയാൽ പഴയ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പഴമ എന്താണെന്ന് ചോദിച്ചാൽ ഈ ദേവാലയത്തിൽ നോക്കിയാൽ മതി. പുതുമ എന്താണെന്ന് ചോദിച്ചാലും ഈ ദേവാലയത്തിലുണ്ട്. വളരെ അനുഗ്രഹകരമായിരിക്കുന്നു. തീർച്ചയായിട്ടും നേതൃത്വം കൊടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും അതിനുവേണ്ടി അല്പമായോ അധികമായോ അധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയപൂർവ്വം സ്നേഹം അറിയിക്കുന്നു. കോതല ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇടവക അനുഗ്രഹിക്കപ്പെടട്ടെ. അതൊരു വാക്ക് ഞാൻ കണ്ടായിരുന്നു, കണ്ണുകൊണ്ട് കണ്ടാൽ പോരാ, ഇവിടെ വന്ന് കണ്ണായി തീരണം. തേജസ് ദർശിച്ചാൽ പോരാ, ദർശനമായി ഇവിടെ വന്ന് അനുഗ്രഹിച്ചണം വന്ന്. തീർച്ചയായിട്ടും ഈ ദേവാലയം ദേശത്തിനൊരു അനുഗ്രഹമായി തീരുമെന്നൊക്കെ പ്രാർത്ഥിക്കണം. ദേശത്തെ കാണുവാനും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇടവക അനുഗ്രഹിക്കപ്പെടുവാനും ഇടവകയുടെ തലമുറ ഈ കുഞ്ഞു തലമുറയെ വിശ്വാസത്തിൽ നമ്മുടെ പൈതൃകത്തിൽ നമ്മുടെ പാരമ്പര്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട് വളർത്തിക്കൊണ്ടുവരുവാനും കൊണ്ടുള്ള ഒരുക്കം നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ ഈ ദേവാലയത്തിലൂടെ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ദേവാലയം പൂർത്തീകരിക്കപ്പെടുന്നതോടെ കുദാശ ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടി മാത്രം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുക. ദേവാലയം മനോഹരമായിരിക്കുന്നു, ഭംഗിയായിരിക്കുന്നു, വിശുദ്ധമായിരിക്കുന്നു. പാമ്പാടി തിരുമേനിയുടെ സാന്നിധ്യത്തിൻ്റെ ആ ഒരു മുഖഭാവം ഇവിടെ പ്രത്യേകമായിട്ടുണ്ട്. എങ്കിലും ഒരു കാര്യം കൂടി, നമ്മൾ ദേവാലയങ്ങളായി മാറുമ്പോഴേ വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. ദൈവത്തിൻ്റെ മന്ദിരങ്ങളായി നാം രൂപാന്തരപ്പെടുമ്പോഴേ ദേവാലയങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരികയുള്ളൂ. നമുക്കും ദൈവാലയത്തിൻ്റെ മന്ദിരങ്ങളാവാം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദേവാലയം കൂടുതൽ ശോഭിതമാകുവാൻ, പ്രശോഭിതമാകുവാൻ, പ്രകാശമായി തീരുവാൻ നാം ദൈവത്തിൻ്റെ മന്ദിരങ്ങളായി തീരുമ്പോൾ അത് അനുഭവമായി തീരുവാൻ തൊക്കെ നമുക്ക് സാധിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട ജീനച്ചൻ നേതൃത്വത്തിൽ, ജോഷിയുടെ നേതൃത്വത്തിൽ വളരെ വലിയൊരു സമൂഹം വളരെ അനുഗ്രഹകരമായി കഷ്ടപ്പെട്ടു, നേതൃത്വം കൊടുത്തു, അധ്വാനിച്ചു. അതിൻ്റെ ഒരു പൂർത്തീകരണം ഇന്ന് സാധ്യതമായിരിക്കുന്നു. എല്ലാവരെയും ഈ ഇടവകയിലെ ഓരോരുത്തരുടെയും കുഞ്ഞു പൈതങ്ങളുടെ വരെ ചെറിയ ചെറിയ സാമ്പത്തിക സഹായം വരെ ഇതിനുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം കൂട്ടായിരിക്കട്ടെ. കൂടുതലായി കോതല ദേശം, ഈ ഇടവക കോതല സെഹ്യോൻ പള്ളി അനുഗ്രഹിക്കപ്പെടാൻ തീരട്ടെ. എനിക്കും ഇതിൽ പങ്കാളിയാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഓരോരുത്തരോടും ഹൃദയപൂർവ്വമുള്ള നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ഇടവകയെ ഭംഗിയായി നയിക്കുകയും ഇടവക അംഗങ്ങൾ ഏവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവും തൻ്റെ ഹൃദയത്തിൽ നിന്ന് പകർന്നു നൽകിയ ആദരണീയനായ PM വർഗീസ് മാത്തശ്ശേരി അച്ഛൻ്റെ ഓർമ്മയ്ക്കായി 1,00,000 രൂപ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ നമ്മുടെ പള്ളിക്ക് എൻഡോൺമെൻ്റായി നൽകുവാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു. അച്ഛൻ ഏറ്റവും സ്നേഹിച്ച കോത്തല സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്നും മികച്ച വിജയം നേടുന്ന കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകുന്നതിനായി ഈ തുകയിൽ നിന്നും ഉള്ള പലിശ ഉപയോഗിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മാത്തശ്ശേരി അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ ഇപ്പോൾ പരിശുദ്ധ ബാവ തിരുമേനിക്ക് ഈ എൻഡോമെന്റ് തുക കൈമാറുന്നതാണ്. ആയതിലേക്ക് അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ ട്രസ്റ്റി, സെക്രട്ടറി, സൺഡേ സ്കൂൾ ഹെഡ് മിസ്ട്രസ് അനില ജേക്കബ് എന്നിവരെയും ഈ ഒരു കർമ്മത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി കോട്ടയത്തിൻ്റെ MP ശ്രീ ഫ്രാൻസിസ് ജോർജ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിമന്യ ഡോക്ടർ യുഹനാൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പൊലിത്ത തിരുമേനി, അതുപോലെ അഭിമന്യ തോമസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത തിരുമേനി, വേദിയിലുള്ള ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഫാദർ തോമസ് ആൻഡ്രൂസ് കടുപ്പിൽ, പ്രിയങ്കരനായ അഡ്വക്കേറ്റ് റെജി സക്കറിയ, ബഹുമാനപ്പെട്ട വൈദിക ട്രസ്റ്റി റവറൻഡ് ഫാദർ തോമസ് വർഗീസ് അമയിൽ, മറ്റ് ബഹുമാനരായ വൈദികരെ, അതുപോലെ വിവിധ സഭാ സമിതികളുടെ ഭാരവാഹികളെ, ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കോത്തല സഹ്യൂൻ ഓർത്തഡോക്സ് ദേവാലയം ഇന്ന് പുതുക്കി പണിത് ഈ കുദാശ കർമ്മം നടക്കുന്ന അവസരത്തിൽ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ഇത് 12 ശ്ലീഹന്മാരുടെ നാമധേയത്തിലുള്ള ദേവാലയമാണ്. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം അതിൻ്റെ വലിയൊരു പ്രഖ്യാപനമാണ് ഈ ദേവാലയം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകില്ല. 1933 ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ കാണാമല്ലോ, വളരെ ഇളയ തോതിൽ ആരംഭിച്ച് പടിപടിയായി പല ഘട്ടങ്ങൾ കടന്നാണ് ഇന്ന് കാണുന്ന ഈ മനോഹരമായ ദേവാലയത്തിൻ്റെ നിർമ്മിതിയിലെത്തിയിരിക്കുന്നത്. അത് ഇവിടുത്തെ ഇടവക സമൂഹത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. വാസ്തവത്തിൽ 12 ശ്ലീഹം എന്ന ഭാരതത്തിൻ്റെ അപ്പസ്തോലനായിട്ടുള്ള തോമാസ് ലീഹ, പരിശുദ്ധ ഓർത്തഡോക്സ് സഭ ആ തോമാസ് ലീഹായുടെ പൈതൃകം പേറുന്ന സഭയാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള തോമാസ് ലീഹായുടെ ആ വിശ്വാസ പ്രഖ്യാപനം അത് ഏറ്റുപറയുന്ന ഈ ഇടവക സമൂഹം തീർച്ചയായിട്ടും നമുക്ക് വലിയ സന്തോഷവും അഭിമാനവുമുണ്ട്. നമ്മുടെ പൂർവികർ ആരംഭിച്ച, എളിയ തോതിൽ ആരംഭിച്ച ഈ ആരാധനാലയം ഇന്നത്തെ ഈ സൗകര്യങ്ങളോടുകൂടി അതിമനോഹരമായി നമുക്ക് പുതുക്കി പണിയാൻ കഴിഞ്ഞുവെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ഈ മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം അത് പേറുന്ന സഭ ഇന്ന് നമുക്കറിയാം വളർന്ന് പന്തലിച്ച് അഭിവന്യ ബാവാ തിരുമേനിയുടെ നേതൃത്വത്തിൽ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും, എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ സഹോദരങ്ങൾ വിവിധ തലങ്ങളിൽ, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നു, നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുന്നു, അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. അതിൽ തീർച്ചയായിട്ടും അവരുടെ ആത്മീയമായിട്ടുള്ള വളർച്ച, ഭൗതികമായിട്ടുള്ള വളർച്ച കൊണ്ട് നമ്മൾ എങ്ങും എത്താൻ പോകുന്നില്ല. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി തന്നെയാണ്. പിതാവ് ആരംഭിച്ച വിവിധ പദ്ധതികളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സഹോദരൻ പദ്ധതിയും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ പദ്ധതികൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ, നമ്മുടെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ആ പദ്ധതികളെല്ലാം തന്നെ വലിയ മാതൃകകളാണ്, ക്രൈസ്തവ സാക്ഷ്യമാണ്, ക്രൈസ്തവ മാതൃകകളാണ്. ആ മാതൃക പിന്തുടർന്ന് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഈ ഇടവക സമൂഹത്തിനും കഴിയണം. അങ്ങനെ കഴിയട്ടെ എന്നുള്ള ആശംസയോടെ, പ്രാർത്ഥനയോടുകൂടി എല്ലാവരുടെയും സന്തോഷത്തിൽ പ്രത്യേകമായി ഒരിക്കൽ കൂടി പങ്കുചേർന്നുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും ട്രസ്റ്റിമാരെയും അതിനോട് സഹകരിച്ച ഇടവക സമൂഹത്തിലെ എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെയും പ്രത്യേകമായിട്ട് അനുമോദിച്ചുകൊണ്ട് എല്ലാവിധ ദൈവാനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് പ്രത്യേകമായി നന്ദി അറിയിക്കുകയും കൂടി ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറും നമ്മുടെ സഭാംഗവുമായ അഡ്വക്കേറ്റ് റെജി സെക്രിയ അവർകളെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഏറ്റവും ദേവാലയത്തിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനമെന്ന് ഞാൻ കരുതുകയാണ്. നെടുമാവ് പള്ളി 100 വർഷം പിന്നിട്ടു. നമ്മുടെ ദേവാലയം ഏതാണ്ട് 92 വത്സരങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഇതിൻ്റെ ഏറ്റവും മനോഹരമായി ആധുനിക കാലത്തിന് അനുസരിച്ച് ആത്മീയ പ്രവർത്തനത്തിന് ഉതകുന്ന ഒരു ദേവാലയമായി ഇതിനെ പുനർക്രമീകരിച്ചിരിക്കുന്നു. അത് ഏറെ സന്തോഷകരമാണ്. ഇടവകയിലെ എല്ലാവരുടെയും താലന്തുകൾ ഇതിനു വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. ഏറെ സന്തോഷകരമാണ്. ഇവിടെ ഫ്രാൻസിസ് ജോർജ് MP സൂചിപ്പിച്ചതുപോലെ മലങ്കര ഓർത്തഡോക്സ് സഭ ലോക ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയായി പ്രശോഭിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാബ തിരുമേനി
മലയാളക്കരയുടെ മതേതര നേതാവായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. നമ്മൾ ഓരോ ദിവസവും പത്രം എടുത്താൽ SNDP യോഗത്തിൻ്റെ പരിപാടി, ശിവഗിരിയുടെ പരിപാടി, NSSൻ്റെ പരിപാടികൾ, അതുപോലെ ഇസ്ലാമിക സംഘടനകളുടെ പരിപാടികൾ, അങ്ങനെ വൈവിധ്യമാർന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ആത്മീയ ആചാര്യനായിട്ട് ബാവാ തിരുമേനി വരുമ്പോൾ തീർച്ചയായും സഭയ്ക്കാണ് അതിൻ്റെ അഭിമാനവും കരുത്തും. അതുപോലെ തന്നെ ബാവാ തിരുമേനിയുടെ നിരവധിയായിട്ടുള്ള സഹജീവി സ്നേഹത്തിൻ്റെ അതിരുകളില്ലാത്ത പ്രവർത്തനങ്ങൾ അഭിമാനകരമാണ്. ഇവിടെ CS കുറോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട പ്രിറ്റോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ കാരുണ്യപരമായ പ്രവർത്തനങ്ങൾ, അതാണ് അടുത്ത് നിൽപ്പോർ അരജന നോക്കാൻ അക്ഷികളില്ലാത്തോർ അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യമെന്ന് ഉള്ളൂർ മഹാകവി പാടിയതുപോലെ, സ്വന്തം അയൽപക്കത്ത് വേദനിക്കുന്നതിനെ കാണാൻ കണ്ണില്ലാത്തവന് ഒരിക്കലും ദൈവം പ്രത്യക്ഷനാവില്ല എന്ന് പറഞ്ഞ ആ ഉള്ളൂർ S പരമേശ്വരിയുടെ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട അഭിവന്ധ്യ DS കുറോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ ഇടവക അംഗങ്ങൾ ചെയ്ത ആ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഈ തരുണത്തിൽ മറ്റെന്തിനേക്കാളും വിലമതിക്കാനാവാത്തതാണ് എന്ന് ഞാൻ കരുതുകയാണ്. അതിന് തയ്യാറായ എല്ലാ സുമനസ്സുകളോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും ചരിത്രപരമായ ഈ മുഹൂർത്തത്തിന് ഹൃദയം നിറഞ്ഞ് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇവാനിയസ് തിരുമേനി, അദ്ദേഹം ഈ ദേവാലയത്തിൽ ആദ്യകാല ശുശ്രൂഷ നടത്തിയ ആചാര്യനാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും നമുക്കേറെ സന്തോഷകരമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി തോമസ് വർഗീസ് അമയിൽ അച്ഛനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഏറ്റവും ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പരിശുദ്ധ ബാവാ തിരുമേനി, കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്ത അഭിനന്ദനായ യോഹന്നാൻ മാർ DS കുറോസ് തിരുമേനി, പരിശുദ്ധ സഭയുടെ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന തോമസ് മാർ ഇവാനിയസ് തിരുമേനി, ഏറ്റവും ആദരണീയനായ ഫ്രാൻസിസ് ജോർജ് MP, പ്രിയമുള്ള റജി സക്കറിയ, വേദിയിലുള്ള ആദരണീയരായ കോറപ്പിസ്കോപ്പന്മാരെ, ജനപ്രതിനിധികളെ, ഈ കൂദാശയിൽ പങ്കെടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, കോത്തല സഹ്യോൻ ഇടവക ഇന്ന് വലിയ സന്തോഷത്തിൻ്റെ നിറവിലാണ്. ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ഈ അഭിമാന മുഹൂർത്തം സംഭാവന നൽകിയ കോത്തല സഹ്യോൻ ഇടവകയോടും അതിന് നേർ നൽകിയ വികാരിയച്ഛനും മറ്റെല്ലാ പ്രവർത്തകരോടുമുള്ള ഹൃദയം നിറഞ്ഞ അനുമോദനവും സന്തോഷവും പ്രാർത്ഥനയും മലങ്കര സഭയുടെ സ്ഥാനികളുടെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സഭയുടെ ആത്മായ ട്രസ്റ്റി റോണി വറീസ് എബ്രഹാമിൻ്റെയും അസോസിയേറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് വിജുമൻ സാറിൻ്റെയും ആശംസകൾ ഈ യോഗത്തിന് കൈമാറുന്നു. തീർച്ചയായും മലങ്കര സഭ അതിൻ്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധയോടും ഏറെ പ്രൗഢിയോടും ഏറെ ദൈവാശ്രയത്തോടും നിർവഹിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു പ്രത്യക്ഷ ഉദാഹരണമായി ഈ അനുഗ്രഹിത ദേവാലയവും അതിൻ്റെ കൂദാശയും തീരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ കൂദാശ കർമ്മത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് അഭിനന്ദ പിതാക്കന്മാർ പൗരസ്ത്യ കാതോലിക്ക ഈ ദേവാലയത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഈ തുറക്കപ്പെടൽ ഈ കൂദാശയുടെ സാങ്കത്യവും ഈ കൂദാശയുടെ സന്ദേശവും നമുക്ക് വിളംബരം ചെയ്യുന്നു. ഈ തുറക്കപ്പെടൽ പ്രാർത്ഥനകളുടെ തുറക്കപ്പെടലായി മാറട്ടെ. ഒരിക്കലും നിലയ്ക്കാത്ത പ്രാർത്ഥന അനുഭവങ്ങളുടെ വലിയ സ്വർഗീയ സ്രോതസ്സായി കോത്തല സഹ്യോൻ ദേവാലയം മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി ഈ വലിയ തുറക്കപ്പെടൽ പ്രത്യാശയുടെ തുറക്കപ്പെടലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ നോക്കിപ്പാർക്കുന്ന പ്രത്യാശ സമൂഹത്തിൻ്റെ കൂടിവരവാണ് പരിശുദ്ധ സഭ. ആ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ ചുറ്റുപാടും നിരാശാജനകമായ നിരവധി സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പൗരാണിക സഭയെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഗൂഢതന്ത്രങ്ങളും കുത്സിത ശ്രമങ്ങളും അതിവിദഗ്ധമായി ചുറ്റും അരങ്ങേറുമ്പോഴും അവയുടെയൊക്കെ മധ്യത്തിൽ ഇന്നലകൾ നാം സഞ്ചരിച്ചതിനേക്കാൾ കൂടുതൽ ഗതിവേഗത്തോടെ നാം സഞ്ചരിക്കുകയും കൂടുതൽ ആത്മധൈര്യത്തോടെ നാം ഉയർത്തിയ സ്വാതന്ത്ര്യവും അഖണ്ഡതയും ഈ മണ്ണിൽ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുമെന്നുള്ള വലിയ പ്രത്യാശയ്ക്ക് കരുത്താകുവാൻ ഈ ദേവാലയത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്, ഈ തുറക്കപ്പെടൽ പ്രതീക്ഷകളുടേതാണ്. നമ്മുടെ മാത്രം പ്രതീക്ഷകളുടെ പൂവണിയിലല്ല, ഈ സമൂഹവും ഈ ദേവാലയത്തിൻ്റെ തുറക്കപ്പെടലിനെ വളരെ വളരെ ഗൗരവത്തോടെ പ്രതീക്ഷയോടെ കാണുന്നുണ്ട്.
നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ എം ഡിയുടെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ക്രിസ്തുദേവനെ പറ്റിയുള്ള എൻ്റെ വിചാരങ്ങളിൽ ആകാശവാതായനങ്ങളെ തുറന്നെത്തുന്ന ഒരു വലിയ രക്ഷകന്റെ സാന്നിധ്യത്തോടൊപ്പം തന്നെ അപ്പവും വസ്ത്രവും വെള്ളവുമായി എത്തുന്ന ഒരു സാന്നിധ്യം കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് എം ഡി കുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മുടെ രക്ഷകന്റെ വരവും രക്ഷകന്റെ സാന്നിധ്യവും അത് അപ്പവും വസ്ത്രവും വെള്ളവും ഒക്കെ പ്രദാനം ചെയ്യുന്ന സ്വാന്തനത്തിൻ്റെ നീർച്ചാലകളും നീരറവുകളും സൃഷ്ടിക്കുന്ന അനുഗ്രഹീത സാന്നിധ്യം കൂടി ആകുന്നു എന്നോർത്ത് സന്തോഷിക്കുന്നു. ഒരിക്കൽ കൂടി ഈ അനുഗ്രഹീത ദേവാലയത്തിന് എല്ലാ നന്മകളും നേരുന്നു. ഇതിനുവേണ്ടി അധ്വാനം ചെയ്ത പ്രിയ വികാരി അച്ഛൻ, ട്രസ്റ്റി, സെക്രട്ടറി, കൂദാശ കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരുമുള്ള നിറഞ്ഞ അനുമോദനവും പ്രാർത്ഥനകളും സമർപ്പിച്ച് വാക്കുകൾ ചുരുക്കും. നമ്മുടെ മുൻ വികാരിയും കോട്ടയം ഭദ്രാസന സെക്രട്ടറിയുമായ KM സക്കറിയ കൂടത്തിങ്കൽ അച്ഛനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ ബാബാ തിരുമേനി, അഭിമന്യ ദിയോസ്കോറോസ് തിരുമേനി, അഭിമന്യ ഇവാനിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജ് MP അവറുകൾ, റജി സക്കറിയ, തോമസ് മൊറീസ് സമയലച്ചൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ദേശത്തിന് അനുഗ്രഹമായി അഭിമാനമായി കോതല സഹിയോൻ ഓർത്തഡോക്സ് ഇടവക ഇന്ന് പുനർനിർമ്മിക്കപ്പെട്ട ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുകയാണ്. ഒരു ദേവാലയം ഒരു ദേശത്ത് കൂദാശ ചെയ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ ദേവാലയം ആ ഇടവകയിൽപ്പെടുന്ന ഇടവക അംഗങ്ങളുടെ മാത്രമല്ല, ആ ദേശത്തിന് മുഴുവനായി അനുഗ്രഹത്തിന് ഒരു കാരണമാണ്. അതുകൊണ്ട് ഈ ദേവാലയം ഇവിടെയുള്ള ഇടവകക്കാരുടെ ദേവാലയം എന്നതിനേക്കാൾ അപ്പുറമായി അതിൻ്റെ ഭരണ ക്രമീകരണങ്ങളും ദൈനംദിന സംവിധാനങ്ങളും ചെയ്യുന്നത് ഇടവക അംഗങ്ങളാണെങ്കിലും ഈ ദേശത്ത് നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് ആശ്വാസം നൽകുന്ന, അവർക്ക് സമാധാനം നൽകുന്ന, ദൈവവുമായി അവരെ ചേർത്ത് നിർത്തുന്ന ഒരു നിമിത്തമായി ഈ സഹിയോൻ ദേവാലയം ആയിത്തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഒരു ദേവാലയ നിർമ്മിതിയിൽ പങ്കാളിയാവുക എന്നത് നമ്മുടെ ജന്മത്തിൽ ഒരു വലിയ അനുഗ്രഹകരമായ കാര്യമാണ്. യാതൊരു തർക്കവുമില്ല. എല്ലാവർക്കും ലഭിക്കാത്ത ഒരു മഹാഭാഗ്യമാണ് ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് ഈ ലോകത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത്. വളരെ അഭിമാനത്തോടെ തീർച്ചയായും നമുക്ക് ആ കാര്യത്തിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യെരുശലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ശേഷം ആ ദേവാലയത്തിൽ നിന്ന് നെഹമ്യ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എനിക്കും നിങ്ങൾക്ക് ആശംസിക്കുവാനുള്ളത്. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഈ ആലയത്തിൻ്റെ മഹത്വം മുമ്പത്തെ ആലയത്തിൻ്റെ മഹത്വത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കണമേ. ഈ ആലയത്തിൻ്റെ മഹത്വം മുമ്പത്തെ ആലയത്തിൻ്റെ മഹത്വത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കണമേ. പുനർനിർമ്മിക്കപ്പെട്ട ഈ ആലയത്തിൻ്റെ മഹത്വവും മുമ്പുള്ളതിനേക്കാളും ശ്രേഷ്ഠമായി നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിൽ ആയിത്തീരാൻ ഈ ഇടവകയ്ക്കും ഇടവകയിൽ കൂടി വരുന്നവർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അപ്രകാരമുള്ള നിമിത്തമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കോട്ടയം ഭദ്രാസനത്തിൻ്റെ വൈദിക സമൂഹത്തിൻ്റെ മുഴുവനായ പ്രാർത്ഥനാപൂർവമായ ആശംസകൾ ഈ സമയത്ത് നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹനീയ സാന്നിധ്യം കോത്തല CSI പള്ളി വികാരി റവറൻ കിഷോർ K. പൊങ്ങാമ്പുറ, കൂരോപ്പട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമ്പിളി മാത്യു, പാമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡാലി റോയ്, കൂരോപ്പട ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി കുഞ്ഞുഞ്ഞമ്മ കുര്യൻ, കൂരോപ്പട ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ PS രാജൻ, കൂരോപ്പട ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ആശ ബിനു, കൂരോപ്പട ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി രാജമ്മ ആൻഡ്രൂസ്, പാമ്പാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ അനീഷ് PV,
പാമ്പാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഉഷാകുമാരി PS, പാമ്പാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷേർലി തരിയൻ എന്നിവരുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ പൊതുസമ്മേളനം സമ്പുഷ്ടമായിരിക്കുന്നു. കോതലപ്പള്ളിയുടെ നിസ്സീമമായ സ്നേഹം ഏറ്റവും ബഹുമാനത്തോടെ ഈ മഹത് വ്യക്തികളെ അറിയിച്ചുകൊള്ളട്ടെ. അടുത്തതായി ഉപഹാര സമർപ്പണമാണ്. പേര് വിളിക്കുന്ന മുറയ്ക്ക് മുൻപോട്ട് വന്ന് പരിശുദ്ധ ബാവ തിരുമേനിയിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങണമെന്ന് സസ്നേഹം അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 3 വർഷക്കാലമായി നമ്മുടെ പള്ളിപ്പണിയിൽ നമ്മോട് ചേർന്ന് നിന്ന് നമ്മെ നയിച്ച നമ്മുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട തോമസ് ആൻഡ്രൂസ് അച്ഛനെ പള്ളിയുടെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി ഏറ്റവും ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അച്ഛനെ പൊന്നാട അണിയിക്കുന്നതിനായി പരിശുദ്ധ ബാവ തിരുമേനിയെ ഏറ്റവും ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അച്ഛന് മെമന്റോ നൽകുന്നതിനായി അഭിവന്ധ്യ ദിയാസ്കോറോസ് തിരുമേനിയെയും അഭിവന്ധ്യ ഇവാനിയോസ് തിരുമേനിയെയും ഏറ്റവും ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി നവീകരണ കമ്മിറ്റി കൺവീനർ ശ്രീ ജോഷ്വി കുര്യാക്കോസിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ശ്രീ ബിജു സക്കറിയെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നവീകരണ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ശ്രീ ബെൻ കെ ഫിലിപ്പിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നവീകരണ കമ്മിറ്റി സെക്രട്ടറി ശ്രീ ഈശോ പി വർഗീസിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പൗരാണികതയോട് ആഭിമുഖ്യം പുലർത്തുന്ന രീതിയിലുള്ള നൂതന ഡിസൈനുകൾ നൽകി കോതലപ്പള്ളിയെ നയനമനോഹരമാക്കിയ മൈൻഡ് ആർട്സ് പാമ്പാടിയെ പ്രതിനിധീകരിച്ച് യുവ ആർക്കിടെക്ട് ശ്രീ അനോഷ് എബ്രഹാമിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സവിശേഷ ശില്പികൾ സജീവതയുള്ള പ്രതിരൂപങ്ങൾക്ക് ചായം കൊടുക്കുന്നു. നിർമ്മിക്കുന്ന വസ്തുവിന്റെ രൂപത്തിലാണ് അവരുടെ കണ്ണുകൾ. അവർ മനസ്സൂന്നിയിരിക്കുന്നത് അവരുടെ സൃഷ്ടി പൂർത്തിയാക്കുന്നതിലാണ്. അവരുടെ തൊഴിൽ തന്നെ അവരുടെ പ്രാർത്ഥന. അവരുടെ അപൂർവമായ നിർമ്മിതിയാൽ ദൈവാനുഗ്രഹത്താൽ ലഭിച്ച പൂമച്ചും ശോഭിതമായ ഇറത്താഴും പാവനമായ ബലിപീഠവും കൊണ്ട് അലങ്കൃതമായ സുന്ദരഗൃഹം. കഴിഞ്ഞ 12 മാസം കൊണ്ട് അപൂർവ സൃഷ്ടിയായി കിഴക്കേ ഭിത്തിയിൽ ആലേഖനം ചെയ്ത് ഭംഗിയുള്ള ഇറത്താഴും ഓർത്തഡോക്സ് ആരാധനാ സങ്കല്പത്തിലുള്ള പുരാതനമായ മുഖവാരങ്ങളും കൊണ്ട് ആലങ്കൃതമായ നമ്മുടെ ദേവാലയത്തെ സുന്ദരഗൃഹമാക്കി പുനഃസൃഷ്ടിച്ച നന്ദ ഡിസൈൻസ് ഉടമ ശ്രീ സനൽ പഴന്തോട്ടത്തിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി പ്രസിദ്ധ ആന്റിക് മ്യൂറൽ ശ്രീ സനലിനോടൊപ്പം ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കൂടി ക്ഷണിച്ചുകൊള്ളുന്നു.
രേഖചാരുതയും വർണ്ണലയവും തികഞ്ഞ വിശുദ്ധ ഐക്കൺ ചിത്രങ്ങൾ കോത്തലപ്പള്ളിയെ ശ്രേഷ്ഠ ദേവാലയങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്തുന്നു. ഇത് നമുക്കായി തയ്യാറാക്കിയ പ്രസിദ്ധ ആന്റിക് മ്യൂറൽ ചിത്രകാരൻ ശ്രീ അജിമോൻ പള്ളിപ്പുറത്തിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു. പെയിന്റിംഗ് ജോലികൾ പൂർത്തീകരിച്ച പാലമട്ടത്തിൽ കൺസ്ട്രക്ഷൻസ് പ്രതിനിധി ശ്രീ റജി PVയെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഇലക്ട്രിക്കൽ ജോലികൾ പൂർത്തീകരിച്ച ശ്രീ തോമസ് ചാക്കോയെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം മേശ, വാതിൽ മുതലായവ തടിയിൽ മനോഹരമായ കൊത്തുപണികൾ ചെയ്ത് പൂർത്തീകരിച്ച ശ്രീ മോഹനൻ MBയെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ട്രസ് വർക്കുകൾ മനോഹരമായി പൂർത്തീകരിച്ച തോട്ടത്തിൽ എഞ്ചിനീയറിംഗ്സ് വർക്ക് പ്രതിനിധി ശ്രീ ഷാജു ജോണിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വെൽഡിംഗ് വർക്കുകൾ മനോഹരമായി പൂർത്തീകരിച്ച ശ്രീ ബിനോയ് PR-നെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ലാൻഡ്സ്കേപ്പിംഗ് മനോഹരമായി പൂർത്തീകരിച്ച ശ്രീ ബിജു ചെങ്ങഴയിലിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗ്രാനൈറ്റ് വർക്കുകൾ പൂർത്തീകരിച്ച ശ്രീ ലിജോ കിഴക്കേപ്പറമ്പിലിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. സിവിൽ സൂപ്പർവൈസർ പീയൂഷ് ജേക്കബിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഉപഹാര സമർപ്പണം കഴിഞ്ഞിരിക്കുന്നു. വന്നു ചേർന്ന ഏവർക്കും കൃതജ്ഞത അർപ്പിക്കുന്നതിനായി നമ്മുടെ ട്രസ്റ്റി ശ്രീ ജിനു തോമസ് കുര്യൻ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മലങ്കര സഭയുടെ പരമാധീശൻ പരിശുദ്ധ ബാവ തിരുമേനി, നമ്മുടെ കോട്ടയം ഇടവകയുടെ മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറസ് മെത്രാപ്പോലിത്ത,
അതുപോലെ സൗത്ത് വെസ്റ്റ് അമേരിക്കയുടെ ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ തോമസ് മാർ ഈവാനിയോസ് മെത്രാപ്പോലിത്ത, എത്രയും ബഹുമാനപ്പെട്ട കോട്ടയത്തിൻ്റെ MP ഫ്രാൻസിസ് ജോർജ്, MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് റജി സക്കറിയ, മലങ്കര സഭ വൈദിക ട്രസ്റ്റി റവറൻ ഫാദർ തോമസ് വർഗീസ് ആമയിൽ, അതുപോലെ നമ്മുടെ കോട്ടയം ഭദ്രാസന സെക്രട്ടറി KM സക്കറിയ അച്ഛൻ, മറ്റ് വേദിയിലും സദസ്സിലും ആയിട്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട ഇടവക അംഗങ്ങളെ, കോത്തല സെഗിയോനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് ഒരു സ്വപ്ന സാഫല്യം അല്ലെങ്കിൽ ഒരു 3 വർഷത്തെ അധ്വാനത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ദിവസമാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഏതാണ്ട് 24 മാസങ്ങളായിട്ട് നമ്മളൊരു വലിയ ലക്ഷ്യം മുൻനിർത്തിയുള്ള ഒരു യാത്രയിലായിരുന്നു. ഇന്ന് അത് അതിൻ്റെ പരിസമാപ്തിയിലെത്തി. നമ്മുടെ മനോഹരമായ ഒരു ദേവാലയം നമുക്ക് ഇന്ന് പരിശുദ്ധ ബാവാ തിരുമേനിയുടെയും മറ്റ് തിരുമേനിമാരുടെയും തൃക്കരങ്ങളാൽ ഇന്ന് കൂദാശ ചെയ്ത് ആരാധനയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കുക. ഇത്രയൊക്കെ നമുക്ക് സാധ്യമാക്കിയതിന് പരമകാരുണ്യവാനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് നന്ദി അർപ്പിക്കുന്നത് പരിശുദ്ധ ബാവാ തിരുമേനി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോത്തല ഇടവകയെ, പ്രത്യേകിച്ച് തിരുമേനിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ബാവാ തിരുമേനസിൻ്റെ ബാല്യകാലം മുതൽ തന്നെ കോത്തലയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും തിരുമേനി അത് നേരിൽ കണ്ട് വീക്ഷിച്ചുകൊണ്ടും നമ്മുടെ മുൻപ് കൂദാശ ചെയ്ത പള്ളിയുടെ കൂദാശയിൽ നേരിട്ട് പങ്കിട്ടും എല്ലാം നമ്മളുമായിട്ട് വളരെ അടുത്ത ഒരു ആത്മബന്ധം. പരിശുദ്ധ ബാവാ തിരുമേനിയെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം പത്തമ്പറത്ത് പാമ്പാടി തിരുമേനിയുടെ കൂദാശയുടെ തലേദിവസം വൈകുന്നേരത്തെ സന്ധ്യാ നമസ്കാരത്തെ തുടർന്നാണ് നമ്മൾ വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ കുറേയധികം ആൾക്കാർ ചെന്ന് ബാവാ തിരുമേനിയോട് ഇതുപോലെ പള്ളിപ്പണിയുടെ കാര്യങ്ങളും അതുപോലെ കൂദാശയ്ക്കായിട്ട് ഈ വർഷത്തെ പെരുന്നാളിനോടനുബന്ധിച്ചൊരു ഡേറ്റ് കിട്ടുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ചെന്നത്. തിരുമേനി അന്നേരം വളരെ സന്തോഷത്തോടെ ആ കാര്യം അന്നേരം തന്നെ ഡയറിയിൽ കുറിക്കുകയും ഒപ്പം നമ്മളോട് ഒരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. വളരെ മനോഹരമായ രീതിയിൽ തന്നെ പള്ളി പണി പൂർത്തീകരിക്കണം ഈ 10 മാസം കൊണ്ട് എന്ന് ആവശ്യപ്പെട്ടു. പ്രിയപിതാവേ, ഞങ്ങൾ സെഗിയോൻ്റെ മക്കൾ ഇന്നിതാ ആ വാക്ക് ഇവിടെ പാലിച്ച് ഞങ്ങൾ വളരെ ശ്രേഷ്ഠതയോടെ ഇന്നിവിടെ തിരുമേനി എഴുന്നള്ളി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സെഗിയോൻ്റെ മക്കളുടെ പേരിൽ ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള ഹൃദയംഗമായ നന്ദി ഇവിടെ അർപ്പിക്കുന്നു. അടുത്തത് നമ്മുടെ ഇടവക മെത്രാപ്പോലിത്ത തോമസ്, നമ്മുടെ യുഗനന്മാർ ദിയസ്കോറസ് തിരുമേനിയെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ നമുക്കറിയാം, പണിയുടെ ഓരോ ഘട്ടത്തിലും ഇന്നലെയും വൈകുന്നേരം ഏതാണ്ട് അരമണിക്കൂറിലധികം ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി, നമ്മളെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രചോദനങ്ങൾ നൽകാമോ അതെല്ലാം തിരുമേനി നമുക്ക് നൽകി നമ്മളെ പരമാവധി നമുക്ക് ആവശ്യമായ പിന്തുണയും പ്രാർത്ഥനയിലൂടെയും അല്ലാത്ത എല്ലാ രീതിയിലും നമുക്ക് നൽകി നമ്മുടെ ഒരു പിതാവ് ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ വളരെ മനോഹരമായ രീതിയിൽ തിരുമേനി നമുക്ക് ചെയ്തു. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും നമുക്ക് മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന നമ്മുടെ ശ്രേഷ്ഠ ഇടവക മെത്രാപ്പോലിത്ത ഡോക്ടർ യൂഹാനന്മാർ ദിയസ്കോറസ് തിരുമേനിയോടും ഞങ്ങളുടെ കോത്തല ഇടവകയുടെ നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ ഓരോരുത്തരും ഈ സമയത്ത് അർപ്പിക്കുന്നു. അടുത്തത് നമുക്കറിയാം, നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സുഹൃത്തിനെ പോലെ പ്രവർത്തിച്ച നമ്മുടെ മുൻ വികാരിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഇടവകയിലെ എല്ലാ ആൾക്കാരുടെയും പേരെടുത്ത് വിളിക്കുവാൻ അന്ന് തിരുമേനിക്ക് അതുപോലെ നമ്മളുമായിട്ടൊരു മാനസിക അടുപ്പമുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടുന്നാണ് തിരുമേനി ഉപരിപഠനാർത്ഥം അമേരിക്കയ്ക്ക് പോകുന്നത്. അതിനുശേഷം തിരിച്ച് ഇവിടെ വന്നു. തിരുമേനിയുടെ ആ പട്ടംകുടയ്ക്ക് ഇവിടുന്ന് കുറേയധികം ആൾക്കാർ കുന്നംകുളത്ത് പോയി നേരിട്ട് പങ്കെടുത്ത ആ ഒരു കാര്യമൊക്കെ ഞാൻ ഈ സമയത്ത് ഇവിടെ ഓർക്കും. അച്ഛൻ വളരെ
നേരത്തെ തന്നെ ഇവിടെ എത്തുകയും അതോടൊപ്പം തന്നെ ഇവിടെ ഇടയ്ക്ക് പള്ളി കാണാൻ ഇവിടെ എത്തി കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് നമ്മളുമായിട്ട് പഴയ കഥകളൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. അച്ഛന് ഇവിടെയുള്ള നന്ദി ഈ സമയത്ത് ഇവിടെ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ പാലക്കാട് നിന്ന് നമ്മുടെ ഗീവർഗീസ് അച്ഛൻ ഇടയ്ക്ക് ഒരു ദിവസം ഇവിടെ സന്ദർശിച്ചിരുന്നു. നേരത്തെ തന്നെ ഇതിനൊരുങ്ങി കഴിഞ്ഞ ദിവസം തന്നെ പാലക്കാട് നിന്ന് ഇവിടെ എത്തി നമ്മുടെ ഈ ചടങ്ങുകൾക്ക് എല്ലാം വളരെ സന്തോഷത്തോടെ പങ്കെടുക്കുന്ന അച്ഛനോടുള്ള നന്ദിയും ഈ സമയത്ത് വളരെ ആദരവോടെ അർപ്പിക്കുന്നു. അതോടൊപ്പം ഇവിടെ നമ്മുടെ തൊട്ടടുത്ത CCI സഭയിലെ സെൻറ് മേരീസ് CCI ചർച്ചിലെ ഫാദർ കിഷോർ കെ പൊങ്ങൻപാറ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്നേഹ ക്ഷണനം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഇവിടെ അർപ്പിക്കുന്നു.